സമ്മതിച്ച് 2013 പക്ഷേ 12 കൊല്ലമായി ഒരു കേടുമില്ലാതെ വന്നല്ലോ. ഈ ഗവൺമെന്റ് വന്ന സമയത്തല്ലേ ഈ കുഴപ്പമെല്ലാം ഉണ്ടാകുന്നത്? മാറ്റില്ല എന്ന് പറഞ്ഞു, രോഗികളെ മാറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പോയി ആ വാർഡ് കണ്ടു. ആ വാർഡിൽ രോഗികളെ മാറ്റണമെന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാനാണ് വരേണ്ടത്. അവർക്ക് മാറ്റി ചികിത്സ കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. അവസാനം എന്തുണ്ടായി? ഒരു പാവപ്പെട്ട രോഗി, എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് സെഡേഷൻ കൊടുത്തു, ടേബിളിൽ കിടത്തു, ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കത്തിവെച്ച് കീറി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർക്ക് ഉത്തരവ് വരുന്നത്, ഇനി ഇവിടെ ഒന്നും ചെയ്യേണ്ടത്. ഡോക്ടർ എന്ത് പറഞ്ഞു? എല്ലാം പൊതിഞ്ഞു കെട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോക്കാൻ പറഞ്ഞു. ഇത് കേട്ട വീട്ടമ്മ ബോധം കെട്ട് വീണു. അവരെന്ത് ചെയ്യാൻ പറ്റും? അവർ ഞങ്ങളുടെ അടുത്ത് വന്ന് ആവലാതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും, ശ്രീ സുരേഷ് അടക്കം ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന്, നമ്മുടെ സലിമടക്കം, ശ്രീ ടോമി അടക്കം, നമ്മുടെ ഫിലിപ്പ് ജോസഫ് അടക്കം എല്ലാവരും ഒരുമിച്ച് ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് 5 മിനിറ്റ് കൊണ്ട് മാറ്റിയല്ലോ പറ്റില്ല എന്ന് പറഞ്ഞതും, സമയം തപ്പിയിരുന്നതും, എന്നിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയതുമായ പുതിയ കെട്ടിടത്തിലെ സൗകര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് 5 മിനിറ്റേ വന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജ് വിട്ടു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നിവൃത്തിയില്ലാതെ അവിടെ ഷിഫ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. എന്തെല്ലാം കള്ളക്കളിയാണ്! സർക്കാരിന്റെ പണമല്ലേ, ഈ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണമല്ലേ, ആ പണം ഉപയോഗിച്ചാണ് ഈ നടപടികൾ നടക്കുന്നത്. ഈ നടപടിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇവിടെ രണ്ടുപേരും തീരുമാനിക്കണം. ഇവിടെ ഒരു കാര്യമില്ലാതെ ചിരിക്കുകയും സന്തോഷിച്ച് നടക്കുകയും ചിരിക്കുടുത്ത് നടക്കുന്നത് പോലെ മെഡിക്കൽ കോളേജുകളിൽ നടക്കുകയും ചെയ്യുന്ന ആളിനെ കൊണ്ടൊന്നും ഈ മെഡിക്കൽ കോളേജ് നേരെയാകാൻ പോകുന്നില്ല. അപ്പൊ മെഡിക്കൽ കോളേജ് നേരെയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീ രാഹുൽ മാർഗം വരുന്നുണ്ട്. മെഡിക്കൽ കോളേജ് നേരെയാകണമെങ്കിൽ അതിനുള്ള നടപടി എടുത്തല്ലേ മതിയാകും. ആ നടപടി എടുക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിക്കല്ലേ. എന്താണ് നിങ്ങൾക്ക് തടസ്സം? ഞങ്ങളാണ് തടസ്സം. ഞാൻ ഒരു വാക്ക് പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സന്തോഷവും തരും. അത് നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് തരും. പക്ഷെ നിങ്ങൾ രോഗികളെ ചികിത്സിക്കണം. ഇവിടെയുള്ള നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള പിൻവാതിൽ നിയമനം ശ്രീ രാഹുൽ കേൾക്കേണ്ടതാണ്. 1500 ആളുകളെയാണ് പിൻവാതിലൂടെ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന SDCയുടെ തുക വീതിച്ച് ഇതിന് ശമ്പളം കൊടുക്കുകയാണ്. മരുന്ന് മേടിക്കാൻ പണമില്ല, സൗകര്യങ്ങൾക്ക് പണമില്ല, പക്ഷേ ഇവരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി പണമുണ്ട് എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ പണം ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരായി മുന്നോട്ട് പോകണം. ഞങ്ങൾക്ക് വീണ ജോർജിന്റെ രക്തമൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ആ രക്തം ദുഷിച്ച രക്തമാണ്. അത് കുത്തിവെച്ചാൽ നമ്മളിവിടെ ചത്തുപോകും. അതുകൊണ്ട് ആ രക്തമല്ല ഞങ്ങൾക്ക് വേണ്ടത്, പരിഹാരമാണ് വേണ്ടത്. ആ പരിഹാരം എന്നുള്ളത് ഇവിടെ നല്ല ചികിത്സ കിട്ടണം. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതിനു മുമ്പ് തന്നെ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ HOD പറഞ്ഞല്ലോ, ഇവിടെ നടക്കുന്ന സംഭവം എന്നത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. എന്റെ നടപടി എടുക്കാതെ വന്നു. നടപടി എടുക്കാൻ പോയപ്പോ ഈ വാട്സപ്പ് മെസ്സേജ് വന്നതുപോലെ തന്നെ അത് നമ്മുടെ പാർട്ടിക്കാരനാണ്, ഇപ്പൊ തുടങ്ങ സഖാക്കൾ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ രൂപത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുക? നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെല്ലാം പകർത്തില്ലേ? 19 മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് 19നെയും ബലം പരിശാക്കിയ ഒരു ഗവൺമെന്റ് അവരുടെ തെറ്റായ പ്രവർത്തനത്തിനെതിരെ ബഹുജന പ്രക്ഷോഭം അതാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഈ പ്രക്ഷോഭം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഞങ്ങൾക്ക് പരിഹാരമാണ് തേടുന്നത്. ഈ പരിഹാരമില്ലാതെ ഇത് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ പ്രക്ഷോഭം ഈ സംസ്ഥാനം തലയടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കണം. അതല്ലാതെ ഈ നാട്ടിൽ ജനങ്ങളുടെ മേൽ കടന്നു കയറുവാനും കുതിര കളിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ വഴിവിട്ട പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ എതിർക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ
യുവകേരളത്തിന്റെ ആവേശമായ പാലക്കാട് വാശിയേറിയ ഒരു മത്സരത്തിലൂടെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ച സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, നാളുകളിൽ നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ വിനയപൂർവ്വം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ധർണയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനനായ ഈ സമരത്തിൻ്റെ അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നാട്ടം സുരേഷ്, ഈ സമരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മറ്റ് ബഹുമാനരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ആകെ പരിച്ഛേദമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പരിച്ഛേദം എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ സുന്ദരമെന്ന് തോന്നുമെങ്കിലും ബലക്ഷയം കാരണം ഒരു കാറ്റടിച്ചാൽ തകർന്ന് തരിപ്പണമായി പാളീസായി പോകുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെന്ന് ഇന്നലെ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടുത്തെ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഒരു പാരസെറ്റാമോൾ കഴിച്ച് ആർക്കെങ്കിലും ഒന്ന് പനി മാറിയാൽ പറയും അത് ആരോഗ്യമന്ത്രിയുടെ ക്രെഡിറ്റാണ്, ഇത് സർക്കാരിന്റെ വിജയമാണ്, ഇത് പിണറായി വിജയന്റെ വിജയമാണ്. എന്നാൽ ബാക്കിയുള്ള ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും ഉണ്ടാകുമ്പോഴും അത് സിസ്റ്റം എറർ എന്ന് പറയുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്നലെ ഇവിടെ ഉണ്ടായ ഏറ്റവും ക്രൂരമായ സംഭവം, സാധാരണഗതിയിൽ ഈ ആരോഗ്യ വകുപ്പിന് കീഴിൽ ചികിത്സാ പിഴവ് കാരണം നിരവധി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം നമ്മൾ ഇതുവരെ വായിച്ചിട്ടുണ്ട്. എന്നാൽ കൂട്ടിരിക്കാൻ വന്ന ആൾ പോലും മരണപ്പെടുന്ന തരത്തിലേക്ക്, കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥ. അവരെന്താ ഇന്നലെ പറഞ്ഞത്? ഇവിടെ ബഹുമാനനായ പുതുപ്പള്ളിയുടെ MLA ശ്രീ ചാണ്ടിയുമ്മൻ പലകുറി സൂചിപ്പിച്ചല്ലോ, ആ വീണ് കിടക്കുന്ന കെട്ടിടത്തിനകത്ത് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്, ആരുമില്ല. മന്ത്രിമാർ തന്നെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് പരിശോധിക്കുക? ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്നലെ 1 ഡസൻ മന്ത്രിമാര് കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, സംസ്ഥാന പോലീസ് മേധാവി ഉണ്ടായിരുന്നു, സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി ഉണ്ടായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും 4 ജില്ലാ കളക്ടറും അടക്കം ഈ കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ട്, ഒന്ന് കൂവിയാൽ കേൾക്കുന്ന അകലത്തിൽ ഇവരെല്ലാവരും ഉണ്ടായിട്ട് പോലും രക്ഷാപ്രവർത്തനങ്ങളൊന്ന് ഏകോപിപ്പിക്കുവാൻ 2.5 മണിക്കൂറും ഒരു മനുഷ്യജീവനും വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ പ്രയോറിറ്റി ഓഫ് ദിസ് ഗവൺമെന്റ്? ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് എന്ത് വിലയാണ് ഈ സർക്കാർ കൊടുക്കുന്നത്? കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശ്രീ M സ്വരാജിന് കിട്ടിയ 66,000 വോട്ടിൽ അഭിമാനിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു CPM അനുഭാവിയായ ഡോക്ടർ, ആ ഡോക്ടർക്ക് പോലും പുറത്തേക്ക് ഇറങ്ങി വന്ന് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾക്ക്, കെടുകാര്യസ്ഥതകൾക്കെതിരായി വിലാപകാവ്യം എഴുതേണ്ടി വരുന്ന സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടാവുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കുവാൻ 36 മണിക്കൂർ എടുക്കുന്ന വ്യവസ്ഥയിലാണ് ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗമുള്ളത്. മൊബൈൽ ഫോണുകൾക്ക് ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ആ വെളിച്ചത്തിൽ പ്രസവം എടുക്കേണ്ടി വന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാനത്തിനകത്താണ്. പണ്ട് നമ്മൾ വാട്സപ്പിലൊക്കെ തമാശയായി വായിച്ചിട്ടുള്ള സർജറി കഴിഞ്ഞ് രോഗിയുടെ വയറ്റിൽ കത്രികയിരിക്കുന്നു എന്ന് പറയുന്ന ആ തമാശയെ സത്യമാക്കി മാറ്റിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. ഈ സർക്കാരിന്റെ കാലത്ത് കേരളം നമ്പർ 1 ആണ് ആരോഗ്യ മേഖലയിൽ എന്ന് പറയുമ്പോൾ വീഴ്ചകളുടെ എണ്ണത്തിൽ നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനം. കാലാകാലങ്ങളായി കൈമാറി വരുന്ന ആരോഗ്യ വകുപ്പിന്റെ മേന്മയല്ലാതെ ഈ സർക്കാരിന് അവകാശപ്പെടാൻ എന്താണുള്ളത്? ഈ സർക്കാരിന് എന്തെങ്കിലും പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന 2 ആരോഗ്യ അടിയന്തരാവസ്ഥ എന്തൊക്കെയാ? ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? പിന്നെ വന്നത് എന്താ? കോവിഡ്. കോവിഡിന്റെ പ്രത്യേകത എന്താ? ഈ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികൾ ബാധിച്ച സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം കേരളത്തിന്.
ഈ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചതിന്റെ കണക്കിൽ 2ാം സ്ഥാനം കേരളത്തിന്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ കോവിഡ് രോഗികൾ മരിച്ചതിന്റെ കണക്ക് പൂഴ്ത്തിവെച്ചതിന് ചരിത്രമുണ്ടെങ്കിൽ അതും ഈ സർക്കാരിന്. അങ്ങനെ ഈ ആരോഗ്യ മേഖലയെ ആകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ആരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രി. മുൻപ് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്നാണ്. അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന വിളികൾ കേൾക്കുന്ന ഈ സർക്കാരിന് തലയോലപ്പറമ്പിലെ ഒരു സാധു സ്ത്രീയുടെ നിലവിളി കേൾക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഈ സർക്കാരിനോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇന്നലെ തകർന്നു വീണ ആ കെട്ടിടം പോലെ ഈ സർക്കാർ തകർന്ന് തരിപ്പണമാക്കും. ആ തകർന്ന് തരിപ്പണമാകുന്നതിന് മുന്നിൽ മുകളിൽ നിന്ന് ഈ ജനങ്ങൾ സംഹാര താണ്ഡവമാടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുന്നു. ശ്രീമതി വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇന്നലെ പെട്ടെന്ന് പ്രഷർ ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരാളുടെയും രോഗാവസ്ഥയെ നമ്മൾ കളിയാക്കാനോ പരിഹസിക്കാനോ ഇല്ല. അവരുടെ ആരോഗ്യം പെട്ടെന്ന് മെച്ചമാകട്ടെ. അവരുടെ ആരോഗ്യം മെച്ചമായാലും കേരളത്തിന്റെ ആരോഗ്യം അവരുടെ കൈകൊണ്ട് മെച്ചമാകുമെന്ന പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് ശ്രീമതി വീണ ജോർജ് എന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ തുടർ സമരങ്ങളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ മെഡിക്കൽ കോളേജിലേക്കുള്ള മാർച്ചും ഉണ്ടായിരിക്കും. അതിലും നിങ്ങളെല്ലാവരും പങ്കാളികളാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മസമരത്തിന് ഇന്നലെ മുതൽ ഈ ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അതിന്റെ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷിന്, പുതുപ്പള്ളിയുടെ MLA ശ്രീ ചാണ്ടിയുമ്മന്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ഇവിടുത്തെ എല്ലാ നേതാക്കന്മാർക്കും നാടിനു വേണ്ടി ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.